ആക്രമണക്കൃത്തമെന്ന് കേറിക്കൊള്ളും കുറെ മാരണങ്ങള് തന്നെയല്ലോ വേറെ ചില അലവരാതികൾ. അപ്പൊ ഞാൻ പുലിയല്ല എന്നുള്ളൊരു ഹെൽമെറ്റ് പോലല്ലേ അത് തലയിൽ വെച്ചോളൂ. ബിഗ് ബോസ് പറയുന്നത് വരെ അത് തലയിൽ വെക്കണം. പണ്ടേ ദുർബലൻ, ഇനി കൂട്ടത്തിൽ ഗർഭണനും കൂടി ആകാത്ത കുറവേ ഉള്ളൂ. ഞാൻ പുലിയല്ല, ഞാൻ എലി. അങ്ങനെയും പറയാം എന്റെ കാര്യത്തില്. വെച്ചോളൂ. എന്നിട്ട് ഓക്കെ ഇരിക്കാം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്ക് ആ മുട്ടയും കൂടെ അടിച്ചത് ബെസ്റ്റ് ആയിരുന്നു. ഇതിന്റെ കാരണം ഇത് ബിഗ് ബോസ് പറയും, അപ്പോഴേ ഇത് ഊരാവുള്ളൂ. ഊരിയാൽ അതിന് വേറെ പണി കിട്ടും. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. കിട്ടും കുളിക്കുമ്പോ കുളിക്കാറുണ്ടോ എല്ലാരും? കുളിക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാം? കുളിക്കുമ്പോ അത് ഊരി വെക്കുക. കുളിക്കുക, നന്നായിട്ട് തല തോർത്തിയ ശേഷം തലമുടി ചീവിട്ട് വീണ്ടും വെക്കുക. ഈ കിഴങ്ങനെ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. വേറെ സംശയം വല്ലതും ഉണ്ടോ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ഉറങ്ങുമ്പോ ഇടണോ? എന്തോ എങ്ങനെ ഒരു അപകട സൂചന. ഉറങ്ങുമ്പം മനസ്സിലായി. എന്നെ ഊരുകയാണോ അതോ നീ കറക്റ്റായിട്ട് ചോദിക്കുകയാണോ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. കണ്ടോ തർക്കുത്തരം പറയണോ? എന്നെ ഊരാൻ വേണ്ടി ചോദിച്ചാണോ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. അതോ ശരിക്കും ടാസ്ക് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ആ സമയത്ത് എനിക്കറിയില്ല. ഇതല്ലേ അഹങ്കാരിയാ. ബിഗ് ബോസ് പറയും എപ്പോ ഊരണം. ഇവിടെ കുടിച്ചാ കയറി വരും. ഇവന്റെ കാതിലിട്ടൊന്ന് പൊട്ടിക്കണം എനിക്കിപ്പോ തോന്നണത്. ഇല്ല, ടാസ്ക് ചെയ്യുമ്പോൾ ഇടാൻ പറ്റുമോ? എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയിക്കൂടാ പന്നി. അല്ല, എനിക്ക് പിന്നെ ലാസ്റ്റ് ടാസ്ക് ഞാൻ കുറച്ച് ഇതാക്കിയില്ലേ. ഒരു ടാസ്ക് പറഞ്ഞാണെങ്കിൽ ഞാൻ ഈ മുട്ട എലിയിട്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. ഒരു ടാസ്ക് കാരണം മാത്രം, അതിന് മുമ്പ് എല്ലാ ടാസ്കും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഒടുക്കത്തോന്റെ മുട്ട ആരാന്നറിയാമോ? ഞാൻ ചിരിച്ചു കളിക്കാൻ പക്ഷെ നല്ല വിഷമമുണ്ടോ എനിക്ക്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പേടിച്ചിട്ടാ. யார் தெரியுமா? கேரளா சிங்கம். കാണും പോല മുൻകോപിയാ. ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ. മറ്റുള്ളവരെ വിറപ്പിക്കുന്നവന്മാരെല്ലാം ഉള്ളുകൊണ്ട് പേടിത്തൊണ്ടന്മാരാ. അതുകൊണ്ട് ഇങ്ങനത്തെ ചീള് കേസ് റിപ്പീറ്റ് ചെയ്യാതെ മക്കൾ വീട്ടിൽ